പാസീവ് ഇൻഫിനിറ്റീവ്. പാസീവ് ഇൻഫിനിറ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവർ പാസീവ് ഇൻഫിനിറ്റീവ് എന്നുള്ള പേര് കേട്ട് നിങ്ങൾ പേടിക്കരുത്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾ പിടികിട്ടും. അതേപോലെ തന്നെ പുതിയ പുതിയ പല കാര്യങ്ങളും പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ ഒരിക്കലും ഈ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഞാനിവിടെ പറയുവാനായിട്ട് പോകുന്നത്. അതിനെയൊന്ന് ഗ്രാമാറ്റിക്കലി പറയുകയാണ്, പല രീതിയിൽ പറയുകയാണ്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ പാസീവ് ഇൻഫിനിറ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാസീവ് ഇൻഫിനിറ്റീവ് പറയുന്നതിന് മുമ്പ് പാസീവ് വോയിസ് എന്താണെന്ന് പറയാം. അതറിഞ്ഞിരിക്കണം. പാസീവ് വോയിസ് എന്തെന്ന് വെച്ചാൽ ആക്ഷൻ റിസീവ് ചെയ്യുന്ന റിസീവറെ എംഫസൈസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയാണ് പാസീവ് വോയിസ്. അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെ എംഫസൈസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയാണ് പാസീവ് വോയിസ്. അതായത് ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യത്തെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന രീതിയാണ് പാസീവ് വോയിസ്. അദ്ദേഹത്തെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അദ്ദേഹം ചെയ്ത കാര്യത്തെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന രീതിയാണ് പാസീവ് വോയിസ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊരു ശൈലിയാണ്, നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ എഴുതുന്ന ഒരു ശൈലിയാണ്. അത്രേ ഉള്ളൂ പാസീവ് വോയിസ്. അപ്പോൾ തന്നെ പാസീവ് വോയിസ് നമുക്ക് പല തരത്തിൽ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. എല്ലാ ടെൻസുകളിലും നമുക്ക് പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓർക്കുക, പാസീവ് വോയിസ് ഒരു ടെൻസ് അല്ല. എല്ലാ ടെൻസുകളിലും നമുക്ക് പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ പല മെത്തേഡുകളിലും നമുക്ക് പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡുകളിൽ ഒന്നാണ് പാസീവ് ഇൻഫിനിറ്റീവ്. അപ്പോൾ പാസീവ് ഇൻഫിനിറ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിലൊരു മെത്തേഡാണ് പാസീവ് ഇൻഫിനിറ്റീവ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി പാസീവ് ഇൻഫിനിറ്റീവ് രണ്ട് തരത്തിലുണ്ട്, സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ്. നിങ്ങളിതൊക്കെ കേൾക്കുന്നത് കൊണ്ട് കൺഫ്യൂസ് ആകല്ല, ജസ്റ്റ് കേട്ട് പോകുക. ആദ്യമായിട്ട് കേൾക്കുന്നവർ ജസ്റ്റ് ഒന്ന് കേട്ട് പോകുക. പാസീവ് ഇൻഫിനിറ്റീവ് രണ്ട് തരത്തിലുണ്ട്, സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ്. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് സിമ്പിളാണ്. പെർഫെക്റ്റ് നമ്മൾ വരും ക്ലാസ്സുകളിൽ എടുക്കും. അപ്പോൾ നമ്മളിന്ന് എടുക്കുന്നത് സിമ്പിളാണ്, സിമ്പിൾ പാസീവ് ഇൻഫിനിറ്റീവ്. നമുക്ക് നോക്കാം. സിമ്പിൾ പാസീവ് ഇൻഫിനിറ്റീവിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടു ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇൻഫിനിറ്റീവ് ടു ബിയും വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർന്ന് വരുന്ന ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ പാസീവ് ഇൻഫിനിറ്റീവ്, അതായത് സിമ്പിൾ പാസീവ് ഇൻഫിനിറ്റീവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസുകൾ എടുക്കാം. ഒന്നാമത്, ദേ എക്സ്പെക്ട് ടു ബി ഇൻവൈറ്റഡ്. ഇൻവൈറ്റ് ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ദേ എക്സ്പെക്ട് ടു ബി ഇൻവൈറ്റഡ്. ഓർക്കുക, നമ്മളിന്ന് നോക്കുന്നത് പാസീവ് വോയിസ് ആണ്. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളിന്ന് പഠിക്കുന്നത്, സിമ്പിൾ പാസീവ് ഇൻഫിനിറ്റീവ്. അതിൻ്റെ സ്ട്രക്ചർ ടു ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ആ ഒരു സ്ട്രക്ചറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കേണ്ട കാര്യം, നമ്മൾ പറയുന്ന എല്ലാ സെൻറ്റൻസുകളും പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ റിസീവ് ചെയ്യുന്ന റിസീവറെ എംഫസൈസ് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ആക്ഷനെ എംഫസൈസ് ചെയ്ത് സംസാരിക്കുക. ആ ഒരാശയമാണ്, ആ ഒരു രീതിയിൽ സംസാരിക്കുന്ന ഒരു മെത്തേഡാണ് പാസീവ് വോയിസ്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇൻവൈറ്റ് ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ആ ഒരു കാര്യത്തെ ഇവിടെ എംഫസൈസ് ചെയ്തിരിക്കുകയാണ്. മീൻസ് ആരാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നിവിടെ പറഞ്ഞിട്ടില്ല, ആ ഒരു കാര്യത്തെ മാത്രമാണ് എംഫസൈസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഇങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ട്, എഴുതാറുണ്ട്. അപ്പം ഈ ഒരു മെത്തേഡാണ് പാസീവ് വോയിസ്. നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ആരാണ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു കോൺവെർസേഷനിലാണെങ്കിൽ ആരാണ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് മറ്റുള്ളവർക്ക് അറിയാം. അത് നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ദേ എക്സ്പെക്ട് ടു ബി ഇൻവൈറ്റഡ്. ഇൻവൈറ്റ് ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വി വെയിറ്റ് ടു ബി ഗിവൺ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ ലഭിക്കുവാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. വി വെയിറ്റ് ടു ബി ഗിവൺ ഇൻസ്ട്രക്ഷൻ. ആര് ഇൻസ്ട്രക്ഷൻ നൽകുമെന്ന് കൊടുക്കുമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞങ്ങൾ വെയിറ്റ് ചെയ്തു, ഇൻസ്ട്രക്ഷൻ ലഭിക്കുവാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ആ ഒരു കാര്യമാണ്
ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതാണ് ഇവിടെ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ആരാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഒരു കോൺവെർസേഷനിലാണെങ്കിൽ കൂടെ നിൽക്കുന്നവർക്കും ആ സിറ്റുവേഷനിലും മറ്റുള്ളവർക്കെല്ലാം അറിയാം ആരാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് എന്ന്. അപ്പോൾ നമുക്കത് പറയേണ്ട ആവശ്യമില്ല. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻറ്റൻസിൽ ആരാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതെന്ന് ആഡ് ചെയ്ത് എഴുതാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾക്ക് ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പാസീവ് വോയിസ് സംസാരിക്കുന്ന ഒരു ശൈലി. നെക്സ്റ്റ്, പ്രിപ്പയർ ടു ബി അമേസ്ഡ്. ഞെട്ടുവാനായിട്ട് തയ്യാറാകൂ. ഇതൊരു മൂവിയുടെ ടാഗ് ലൈനാണ്, മൂവിയുടെ പോസ്റ്റർ എഴുതിയിരിക്കുന്ന ഒരു സെൻറ്റൻസാണ്. പ്രിപ്പയർ ടു ബി അമേസ്ഡ്, ഞെട്ടുവാനായിട്ട് തയ്യാറാകൂ. നെക്സ്റ്റ്, ദ അവാർഡ്സ് ആർ ടു ബി ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സെറാമണി. സെറാമണിയുടെ അവസാനം അവാർഡുകൾ നൽകുന്നതായിരിക്കും. ദ അവാർഡ്സ് ആർ ടു ബി ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സെറാമണി. ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ആരാണ് അവാർഡുകൾ കൊടുക്കുന്നത് എന്നിവിടെ പറഞ്ഞിട്ടില്ല. അതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവാർഡുകൾ സെറാമണിയുടെ അവസാനമായിരിക്കും നൽകുന്നത്. അതാണ് ഇവിടെ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. പാസീവ് വോയിസിൻ്റെ ആ ഒരു ശൈലി നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ദ അവാർഡ്സ് ആർ ടു ബി ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സെറമണി. നെക്സ്റ്റ്, ദ എക്സാം ഈസ് ടു ബി മാർക്ക്ഡ് ബൈ എ ടീച്ചർ. ടീച്ചർ എക്സാം മാർക്ക് ചെയ്യുന്നതായിരിക്കും. ദ എക്സാം ഈസ് ടു ബി മാർക്ക്ഡ് ബൈ എ ടീച്ചർ. ഈ ഒരു സെൻറ്റൻസിൽ ആരാണ് എക്സാം മാർക്ക് ചെയ്യുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. ടീച്ചറാണെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ടീച്ചർ ഇല്ലാതെ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് പറയാം. ദ എക്സാം ഈസ് ടു ബി മാർക്കഡ്. എക്സാം മാർക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മളിതൊരു കോൺവെർസേഷനിലാണ് പറയുന്നതെങ്കിൽ കൂടെ നിൽക്കുന്നവർക്കറിയാം അതൊരു ടീച്ചറായിരിക്കുമെന്നും ടീച്ചറാണ് മാർക്ക് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അവിടെ നമ്മൾ ടീച്ചർ എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു സെൻറ്റൻസിനെ ചുരുക്കി പറഞ്ഞാൽ മതി. ദ എക്സാം ഈസ് ടു ബി മാർക്കഡ്. എക്സാം മാർക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തതായതുകൊണ്ട് ഫുൾ സെൻറ്റൻസിൽ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ദ എക്സാം ഈസ് ടു ബി മാർക്കഡ് ബൈ എ ടീച്ചർ. ഒരു ടീച്ചർ എക്സാം മാർക്ക് ചെയ്യുന്നതായിരിക്കും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ദേ ഡിഡിൻ ഇൻവൈറ്റ് അസ്. അവർ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തില്ല. ഇറ്റ് വാസ് സ്ട്രേഞ്ച് നോട്ട് ടു ബി ഇൻവൈറ്റഡ്. ഇൻവൈറ്റ് ചെയ്യാത്തത് സ്ട്രേഞ്ച് ആയിപ്പോയി. ഇറ്റ് വാസ് സ്ട്രേഞ്ച് നോട്ട് ടു ബി ഇൻവൈറ്റഡ്. ഇത് സിമ്പിൾ പാസീവ് ഇൻഫിനിറ്റീവിൻ്റെ നെഗറ്റീവ് ഫോമാണ്. നോട്ട് ടു ബിയുടെ മുന്നിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് വാസ് സ്ട്രേഞ്ച് നോട്ട് ടു ബി ഇൻവൈറ്റഡ്. ഇൻവൈറ്റ് ചെയ്യാത്തത് സ്ട്രേഞ്ച് ആയിപ്പോയി. അതായത് അവരെ ഇൻവൈറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇൻവൈറ്റ് ചെയ്തില്ല. അപ്പോൾ പറയുകയാണ് ഇറ്റ് വാസ് സ്ട്രേഞ്ച് നോട്ട് ടു ബി ഇൻവൈറ്റഡ്. ഇൻവൈറ്റ് ചെയ്യാത്തത് സ്ട്രേഞ്ച് ആയിപ്പോയി. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കം ഓൺ, ദർ ഈസ് വർക്ക് ടു ബി ഡൺ. ജോലി തീർക്കുവാനായിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്യുവാനായിട്ടുണ്ട്. ദർ ഈസ് വർക്ക് ടു ബി ഡൺ. ഇത് നിങ്ങൾ കേൾക്കുന്ന സെൻറ്റൻസാണ്, വളരെ കോമൺ ആയിട്ടുള്ളൊരു സെൻറ്റൻസാണ്. ദർ ഈസ് വർക്ക് ടു ബി ഡൺ. വർക്ക് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ടുണ്ട്, തീർക്കുവാനായിട്ടുണ്ട്. നെക്സ്റ്റ്, ഹി ഹേറ്റ്സ് ടു ബി ഹേർട്ട്. ഹേർട്ട് ആകുന്നത് അവൻ വെറുക്കുന്നു, ഹേറ്റ് ചെയ്യുന്നു. ഹി ഹേറ്റ്സ് ടു ബി ഹേർട്ട്. ആര് വേദനിപ്പിക്കുമ്പോഴാണ് അവൻ വെറുക്കുന്നത് എന്ന് അതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വേദനിക്കുന്നത്, ഹേർട്ടാകുന്നത് അവൻ വെറുക്കുന്നു, അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു കാര്യമാണ് ഇവിടെ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഹി ഹേറ്റ്സ് ടു ബി ഹേർട്ട്. ഹേർട്ടാകുന്നത് അവൻ വെറുക്കുന്നു. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹി ഹേറ്റ്സ് ടു ഗെറ്റ് ഹേർട്ട്. ഹേർട്ടാകുന്നത് അവൻ വെറുക്കുന്നു. ഇവിടെ ടു ബിക്ക് പകരം ടു ഗെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹി ഹേറ്റ്സ് ടു ഗെറ്റ് ഹേർട്ട്. ഈ ഒരു രീതിയിൽ മീൻസ് ഗെറ്റ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ഡെയിലി സംസാരിക്കാറില്ലേ, നമ്മുടെ നോർമൽ കമ്മ്യൂണിക്കേഷനിലൊക്കെയാണ് നമ്മൾ ഗെറ്റ് ഉപയോഗിച്ച് കൂടുതലായിട്ട് സംസാരിക്കാറുള്ളത്. പക്ഷേ ഗ്രാമർ എക്സാമുകളൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ പാസീവ് ഇൻഫിനിറ്റീവ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു സ്ട്രക്ചർ വേണം നിങ്ങൾ പറയുവാനായിട്ട്. മീൻസ് ടു ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൻ്റെ സ്ട്രക്ചർ വേണം പറയുവാനായിട്ട്. ഗ്രാമർ എക്സാമുകളിലൊക്കെ കറക്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ അത് എന്താണോ പറയുന്നത് ആ ഒരു രീതിയിൽ വേണം ആൻസർ കൊടുക്കാനായിട്ട്. ഗെറ്റ് യൂസ് ചെയ്ത് നമ്മൾ പറയുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള ഇൻഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ്. നമുക്ക് ഗെറ്റ് യൂസ് ചെയ്ത്
പല രീതിയിലുള്ള പാസീവ് വോയിസുകൾ പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിത് ഓർക്കുക, പാസീവ് വോയിസ് എന്ന് പറയുന്നത് ശൈലിയാണ്, സംസാരിക്കുന്ന ശൈലിയാണ്. അത് നമുക്ക് ഗെറ്റ് ഉപയോഗിച്ചും പറയുവാനായിട്ട് സാധിക്കും. പക്ഷേ ഗ്രാമർ എക്സാം എഴുതുമ്പോൾ സിമ്പിൾ പാസീവ് ഇൻഫിനിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ടു ബി പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ആ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ ആൻസറുകൾ കൊടുക്കാവൂ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നെക്സ്റ്റ്, Ben was hoping to be chosen for the rugby team, but he didn't do very well in the trials. ബെന്ന് റഗ്ബി ടീമിൽ തിരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. Ben was hoping to be chosen for the rugby team, but he didn't do very well in the trials. പക്ഷേ അവന് ട്രയൽസിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ല. But he didn't do very well in the trials. സെൻറ്റൻസ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ബെന്ന് റഗ്ബി ടീമിൽ തിരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആര് തിരഞ്ഞെടുക്കുമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതീക്ഷയാണ് ഇവിടെ എംഫസൈസ് ചെയ്തിരിക്കുന്നത്. ബെൻ വാസ് ഹോപ്പിംഗ് ടു ബി ചോസൺ ഫോർ ദ റഗ്ബി ടീം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ചില സമയത്ത് നമ്മൾ ടു ബിയുടെ ടു യൂസ് ചെയ്യാതെ ബിയും വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും മാത്രം ആഡ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനത്തെ കുറേ സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഈ ഒരു സ്ട്രക്ചർ ബി പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് ടു ഇല്ലാതെ ബി പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന സ്ട്രക്ചർ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് മോഡൽ വെർബുകളുടെ കൂടെയാണ്. മോഡൽ വെർബിന് ശേഷമാണ് ആ ഒരു സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ ഈ എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾ ഓൾറെഡി തന്നെ യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്കറിയാവുന്ന സെൻറ്റൻസുകളാണ്. അതിപ്പോൾ ഞാൻ ഗ്രാമാറ്റിക്കലി ഒന്ന് പറയുവാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ദീസ് ഡോർസ് ഷുഡ് ബി ഷട്ട് അറ്റ് നൈറ്റ്. ഈ ഡോറുകൾ രാത്രിയിൽ അടച്ചിടണം. ദീസ് ഡോർസ് ഷുഡ് ബി ഷട്ട് അറ്റ് നൈറ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ബിയുടെ മുന്നിൽ ടു ആഡ് ചെയ്തിട്ടില്ല. ദീസ് ഡോർസ് ഷുഡ് ബി ഷട്ട് അറ്റ് നൈറ്റ്. ഈ ഡോറുകൾ രാത്രിയിൽ അടച്ചിടണം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ ഇത് പാസീവ് വോയിസ് ആണ്. ഇതിൻ്റെ ആശയം എന്താണ്? ഡോറുകൾ രാത്രിയിൽ അടച്ചിടണം. ആര് രാത്രിയിൽ അടച്ചിടണം എന്നതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡോറുകൾ രാത്രിയിൽ അടച്ചിടണം. ആ ഒരു കാര്യത്തെയാണ് ഇവിടെ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ദീസ് ഡോർസ് ഷുഡ് ബി ഷട്ട് അറ്റ് നൈറ്റ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഐ ഷുഡ് ബി പെയ്ഡ് മോർ. എനിക്ക് കൂടുതൽ പണം നൽകണം. എന്നെ ഹയർ ചെയ്യണമെങ്കിൽ കൂടുതൽ പണം നൽകണം, കൂടുതൽ സാലറി നൽകണം. ആര് കൊടുക്കണം എന്നതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹത്തിന് കൂടുതൽ, എനിക്ക് കൂടുതൽ പണം ലഭിക്കണം. അതാണ് ഇവിടെ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഐ ഷുഡ് ബി പെയ്ഡ് മോർ. നെക്സ്റ്റ്, ബോത്ത് ഡോർവേസ് ഷുഡ് ബി ലോക്ക്ഡ് അറ്റ് നൈറ്റ്. രണ്ട് ഡോർവേസും, രണ്ട് വഴികളും രാത്രിയിൽ ലോക്ക് ചെയ്തിടണം. ബോത്ത് ഡോർവേസ് ഷുഡ് ബി ലോക്ക്ഡ് അറ്റ് നൈറ്റ്. ആര് ലോക്ക് ചെയ്തിടണം എന്നതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രാത്രിയിൽ രണ്ട് ഡോർവേസും അടച്ചിടണം. ബോത്ത് ഡോർവേസ് ഷുഡ് ബി ലോക്ക്ഡ് അറ്റ് നൈറ്റ്. നെക്സ്റ്റ്, ദ പ്രോജക്റ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബൈ ടുമോറോ. പ്രോജക്റ്റ് നാളെ തീരുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആക്കണം. ദ പ്രോജക്റ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബൈ ടുമോറോ. ആര് കംപ്ലീറ്റ് ആക്കണം, തീർക്കണം എന്നിവിടെ പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോടായിരിക്കും പറയുന്നത്. ദ പ്രോജക്റ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബൈ ടുമോറോ. പ്രോജക്റ്റ് നാളേക്കുള്ളിൽ കംപ്ലീറ്റ് ആക്കണം. ഇവിടെ എംഫസൈസ് ചെയ്തിരിക്കുന്നത് പ്രോജക്റ്റ് നാളേക്കുള്ളിൽ കംപ്ലീറ്റ് ആക്കണം. ആ ഒരാശയത്തെയാണ് ഈ എംഫസൈസ് ചെയ്തിരിക്കുന്നത്. ദ പ്രോജക്റ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബൈ ടുമോറോ. നെക്സ്റ്റ്, ദ കേക്ക് ക്യാൻ ബി ഈറ്റൺ നൗ. കേക്ക് ഇപ്പോൾ കഴിക്കാവുന്നതാണ്. ദ കേക്ക് ക്യാൻ ബി ഈറ്റൺ നൗ. ആര് കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ നിങ്ങളാകാം, അടുത്ത് നിൽക്കുന്നവരാകാം. ദ കേക്ക് ക്യാൻ ബി ഈറ്റൺ നൗ. കേക്ക് ഇപ്പോൾ കഴിക്കാവുന്നതാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പാസീവ് വോയിസിൻ്റെ ഒരു ശൈലി നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ദ പ്രോബ്ലം മസ്റ്റ് ബി സോൾവ് ക്വിക്ക്ലി. പ്രോബ്ലം എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ്. മസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന്, അർജൻറ്റാണ്. ദ പ്രോബ്ലം മസ്റ്റ് ബി സോൾവ് ക്വിക്ക്ലി. പ്രോബ്ലം പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടതാണ്. ദ പ്രോബ്ലം മസ്റ്റ് ബി സോൾവ് ക്വിക്ക്ലി. നെക്സ്റ്റ്, ഡിന്നർ മൈറ്റ് ബി കുക്ക്. ഡിന്നർ കുക്ക് ചെയ്യുന്നതായിരിക്കും. കുക്ക് ചെയ്തേക്കാം, സാധ്യതയാണ്. മൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിന്നർ മൈറ്റ് ബി കുക്ക്ഡ്. നെക്സ്റ്റ്, ഡിന്നർ മൈറ്റ് ബി കുക്ക്ഡ് ബൈ ഹെർ.
അവൾ ഡിന്നർ കുക്ക് ചെയ്തേക്കാം. ഇവിടെ ആര് കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബൈ ഹെർ എന്ന് ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. നമ്മൾ നോർമലായിട്ട് സംസാരിക്കാൻ നേരത്തും ബൈ ഹെർ നമ്മൾ പറയാറില്ല, നമ്മൾ ഇത്ര മാത്രമേ പറയാറുള്ളൂ. ഡിന്നർ മൈ ബി കുക്ക്ഡ്, ഡിന്നർ കുക്ക് ചെയ്തേക്കാം.